Assalamualaikum friends, welcome back to my channel Sana's Beauty Tips. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യം വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒരു പകുതി ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ നമുക്ക് വേണ്ടത് പാല്, പിന്നെ കുറച്ച് അരിപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. 2-3 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. നമ്മുടെ മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് തിക്കായിരിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ റൈസ് ഫ്ലവർ എടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഇവിടെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ജാറിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഗ്രാമ്പുവാണ്, കാരണം എനിക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ചൊവ്വ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഗ്രാമ്പ് ചേർക്കുന്നത്. പിന്നെ ഒരു ഏലക്കയുടെ ഉള്ളിലത്തെ ഒരു കുരുവും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയും കൂടി ചേർത്ത് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചിട്ട് ചേർക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്കും ബീറ്റ്റൂട്ട് ഒന്ന് സോഫ്റ്റ് ആവും. അപ്പം നമ്മുടെ ഷേക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതൊരു വെയിറ്റ് ഗെയിൻ്റെ ഷേക്ക് അല്ല, കാരണം ബീറ്റ്റൂട്ടിൽ കാലറീസ് ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ സഹായിക്കുന്ന ഒരു ഐറ്റമേ അല്ല ബീറ്റ്റൂട്ട്. പക്ഷേ ബീറ്റ്റൂട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എക്സ്റ്റേണൽ സ്കിന്നിൽ തേച്ചാൽ തന്നെ വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. ഏജിങ് കുറക്കാനും അതുപോലെ wrinkles മാറാനും ആക്നെ മാറാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻറ്റേർണലി ഷേക്കായിട്ട് അതുപോലെ എന്താ പറയുക ഫുഡ് ഐറ്റമായിട്ട് കഴിക്കുന്നത്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബീറ്റ്റൂട്ട്. അപ്പോൾ ഈ ഒരു ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചേർത്ത പോലെ ഒരു ഗ്രാമ്പ് 1-2 ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബീറ്റ്റൂട്ട് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.